നമ്മുടെ ആളുകളുടെ ഒരു വൈകാരികത എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഒരു വണ്ടിയോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്താണെന്നുള്ളത്. ഈ വണ്ടി വന്നിട്ട് മിസ്റ്റുബിഷിയുടെ സിഡിയാണ് വണ്ടി. സിഡിയ വണ്ടി വന്നിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്തുനിന്ന് ഒരു 20,000 രൂപ റിക്കവറി ചാർജ് കൊടുത്തിട്ട് ആണ് ഈ വണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം തന്നെ ഞാൻ ആലോചിച്ച് എന്തിനാ ഇത്രയും പൈസയൊക്കെ ചിലവാക്കി ഇവിടെ വരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം വണ്ടി കൊണ്ടുവന്നതോ കസ്റ്റമറുടെ ഫാദറും കൂടെ ചേർന്നാണ് ആ റിക്കവറി വണ്ടിക്കകത്ത് കയറി ഇവിടം വരെ വന്നത്. അപ്പോൾ എനിക്ക് അതത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം എന്ത് പറ്റി ഇത്രയും പഴയൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇത്രയും ഇതാക്കുന്നത്. കാരണം ഞാൻ ഈ വണ്ടി കാണുന്നത് ആദ്യമായിട്ടാണ്. സിഡിയ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയുന്നതിൽ നടക്കണമെന്നില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ വണ്ടി കാണുന്നത്. അപ്പം വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കീ മിസ്സായിപ്പോയി. കീ മിസ്സായതിന് ശേഷം പലരും പ്രോഗ്രാം ചെയ്യാൻ നോക്കി, വണ്ടി സ്റ്റാർട്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിനായിട്ട് കസ്റ്റമർ ഒരുപാട് ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കണ്ടമാന സാധനങ്ങളാണ് ഇതിനകത്ത് വാങ്ങിയിട്ടേക്കുന്നത്. അപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ടായില്ല. അപ്പം നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ഈ വണ്ടി നോക്കിയപ്പോഴത്തേന് എനിക്ക് 1-2 പാട്ടുകൾ വേണമായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേന് കസ്റ്റമർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ വെയിറ്റ് ചെയ്യും, ഞാൻ എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി UK നിന്ന് ജപ്പാനിൽ നിന്ന് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ തന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേനും ഞാൻ ആകെ ഇതായി. ഒരു വണ്ടിക്ക് വേണ്ടി ഒരാൾ ഇത്രയും എഫേർട്ട് എടുക്കുമോ? അപ്പം നമ്മളും പിന്നെ ഈ വണ്ടിയുടെ പുറകിലായി. പുള്ളിയുടെ ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പുറകെയായി നമ്മളും എങ്ങനെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടൂൾ തന്നെ നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങിക്കേണ്ടി. ഈ വണ്ടിയോടടുത്ത് തന്നെ വില വന്നു ആ ടൂളിന്. എന്നാലും സാരമില്ല, എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ചിന്ത. അങ്ങനെ നമ്മൾ ഫൈനലി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കോളിൽ കസ്റ്റമറെ കാണിച്ചു വണ്ടി സ്റ്റാർട്ടായെന്നുള്ളത്. കസ്റ്റമർ സ്ഥലത്തില്ല. അപ്പോൾ വീഡിയോ കോളിൽ കാണിച്ചതോടുകൂടി പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളോട് സംസാരിച്ചിരുന്നു. അതും കൂടെ ഞാനിത് ചേർക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിങ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കാലോടുത്തെടുക്കും. ഇതെല്ലാം അടവാന്ന് തോന്നുന്നു. എല്ലാം നോക്കി ഇത്രയും നാൾ ഉപയോഗിക്കാതെ കിടന്നല്ലേ. അല്ല ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ടാവും. 2 വർക്ക്ഷോപ്പിൽ മാറി കിടന്ന് അങ്ങനെ കുറെ നാള് കിടന്നായിരുന്നു. ഞാൻ ഈ വണ്ടിയെ പറ്റി എറണാകുളത്ത് എവിടെ അന്വേഷിച്ചാലും എല്ലാവർക്കും ഈ വണ്ടി അറിയാം. എല്ലാവരും ചോദിക്കാൻ ആരും ബാക്കിയില്ല. കേരളത്തിൽ ഒരു എല്ലാവർക്കും അറിയാം. ബാംഗ്ലൂർ അവസാന കൈ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂര് പിന്നെ ഇത് വണ്ടികൾ കുറച്ചുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളത്ത് ഇല്ല. ഇതിന്റെ തൊട്ട് മുന്നത്തെ മോഡലുണ്ട്. ഈ മോഡല് വളരെ ചുരുക്കമുള്ളൂ. ഞാൻ അത്രയും ഇത് പ്രതീക്ഷിച്ചൊന്നുമില്ലായിരുന്നു. ഇത്രയും പഴയ വണ്ടി എന്തിനാ ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്നതെന്നും ഞാൻ നോക്കില്ല. പിന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ വണ്ടിയോട് ആളുകൾക്ക് ഇത്രയും ഭയങ്കര ക്രൈസ് ഉണ്ടെന്നുള്ളത് അറിയുന്നത്. അതാണ് ഭയങ്കര പൈസ. ക്ലബിലൊക്കെ ഭയങ്കര സംഭവമാണ്. ഒരു വീഡിയോ എടുത്ത് അയക്കാവോ? ഞാൻ അയച്ചു കൊടുക്കാം. ഞാൻ അയച്ചുതരാം. ഇപ്പൊ തന്നെ അയച്ചുതരാം.